അപ്പോൾ ഇന്നത്തെ ഒരു തോട്ട്ഫുൾ മൊമെന്റ് ഓഫ് ദ ഡേ പറയാം കേട്ടോ. അതായത് എൻ്റെ കോളേജിൽ ഒരു മിസ് ഉണ്ട്, അസോസിയേറ്റ് പ്രൊഫസറാ. എനിക്കൊരു മദർലി ഒരു കൈൻഡ് ഓഫ് ഫീൽ ഉള്ളൊരു മിസ്സാട്ടോ. ബിക്കോസ് ഷീ എപ്പോഴും നമ്മളെ അമ്മമാരെ പോലെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ മുഖത്ത് നോക്കി ഓപ്പൺലി പറയും. ഭയങ്കര രസമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര രസം എക്സ്പ്രസീവ് ആട്ടോ പുള്ളിക്കാരത്തി. അപ്പോൾ ടുഡേ ഇന്ന് എന്ത് ചെയ്തു, പുള്ളിക്കാരത്തി വന്നിട്ട് ജസ്റ്റ് ഷി വാസ് ടെലിങ് സംതിങ് അബൌട്ട് വിച്ച് ഷി ഡസൻ ലൈക്ക്. ആരോ എന്തോ ചെയ്തു, അപ്പോൾ സംതിങ് അതിൽ ഞാനോട്ട് ഒരു ബന്ധമില്ല, ബട്ട് ഷി വാസ് ജസ്റ്റ് ടെല്ലിങ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തി ഒന്ന് പറയും കേട്ടോ, രാഗി എന്നാലും ആ മിസ് എന്താ അങ്ങനെ പറഞ്ഞു, എനിക്കിത് ഇഷ്ടമായില്ല, ഇങ്ങനെ പറയാമായിരുന്നു, അങ്ങനെ ഞാൻ ചെയ്യാം ജസ്റ്റ് കേൾക്കുക. അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒപ്പീനിയൻ ചിലപ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ പറയാറില്ല, ബിക്കോസ് എന്തെങ്കിലും വർക്കിലായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല, ബിക്കോസ് അതിനകത്ത് എനിക്കൊന്നും പറയാനുള്ളൊരു കണ്ടന്റ് അല്ല മിസ് പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ലൈക്ക് ഡോണ്ട് ഫീൽ എനിത്തിങ്, ഐ ജസ്റ്റ് നീഡ് സംബഡി ടു ടെൽ ഓൾ ദിസ്. ഐ കാൺട്ട് ഗോ ആൻഡ് ടെൽ മൈ ഹസ്ബൻഡ്, ഹി കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹി വിൽ നോട്ട് ലിസൺ. അപ്പോഴെനിക്ക് മനസ്സിലായി മനുഷ്യന്മാർക്ക് ആരെങ്കിലുമൊക്കെ വേണം ഈ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഞാനതിന്റെ ഓപ്പോസിറ്റ് ടൈപ്പാന്ന് എനിക്ക് തോന്നിട്ടോ. ഞാൻ കുറച്ച് അതിനെപ്പറ്റി ആലോചിച്ചു. ഐ ഡോണ്ട് നീഡ് ഇൻ സംബഡി. എനിക്ക് ഒരു പർട്ടിക്കുലർ പീപ്പിൾ വേണം കേട്ടോ. അത് എൻ്റെ ഈ സാധനങ്ങളൊക്കെ പറയാൻ ഇങ്ങനെ സംബടിയോട് പറയാറില്ല, ബിക്കോസ് എനിക്കറിയില്ല, ബിക്കോസ് ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അപ്പോൾ ഞാൻ പർട്ടിക്കുലർ പീപ്പിളിനോട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. എനിക്കൊരു സങ്കടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊരു ക്ലോസ് സർക്കിൾ ഉണ്ട്, ആ ആൾക്കാരോട് മാത്രമേ ഞാനത് പറയുള്ളൂ കേട്ടോ. ബട്ട് പീപ്പിൾ നീഡ് സംബടി. അപ്പം നിങ്ങൾക്ക് ആരുടെയെങ്കിലൊക്കെ സംബടി ആവാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദാറ്റ് പീപ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം ഞാൻ എന്തിനാ ഇത് കേട്ടോണ്ടിരിക്കുന്നത്, എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ല, എൻ്റെ സമയം നഷ്ടം. ചിലപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസവും ഭയങ്കര ഒരു റിലാക്സേഷൻ ഒക്കെ ആയിരിക്കും. ഞാൻ മിസ് എൻ്റെ അടുത്ത് പറഞ്ഞു, രാഗി ആഫ്റ്റർ എക്സ്പ്രസിംഗ് ദിസ് ഐ ഫീൽ സോ റിലാക്സ് ആൻഡ് ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്, ഐ വിൽ ബ്രിങ് എ ചോക്ലേറ്റ് ഫോർ യു. ഞാൻ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല മാമേ, മാമിന് എപ്പോഴെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് ജസ്റ്റ് ടോക്ക് ടു മീ. എനിക്കതിനകത്ത് ഒന്നും ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അയ്യോ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ ഓക്കെ ആവോ എന്നൊക്കെ ചിന്തിക്കുക. ദിസ് കൈൻഡ് ഓഫ് ഹെൽപ്പ് ഇഫ് യു ക്യാൻ ഡു ടു സംബഡി ഇറ്റ് വിൽ ബി ഗ്രേറ്റ് തിങ് ഐ ഫെൽറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.